എല്ലാ സ്വത്തും കോക്കിലാക്ക് കൊടുത്തു. 250 കോടി സ്വത്ത് എല്ലാ സ്വത്തും കോക്കിലാക്കും എൻ്റെ അമ്മയ്ക്കും. ഞാൻ പാപ്പറാണ്. എൻ്റെ കയ്യിൽ ഒന്നുമില്ല. റിപ്പോർട്ടർ ചാനലില് ഒരു മൊട്ട മണ്ടയാണ്. മൊട്ടത്തല അവൻ പേരെന്താ? അരുണാ. മൊട്ട മണ്ട അരുൺ, നീ കാരണമാണ് ഇത്രയും പ്രശ്നമായത് എന്റെ കുടുംബത്തിൽ. നിങ്ങൾ ചെയ്യുന്ന വളരെ തെറ്റാണ് സന്തോഷ്. എനിക്ക് വളരെ ദേഷ്യം വരുന്നു. യെസ്, നമ്മുടെ ആക്ടർ ബാല അദ്ദേഹത്തിൻ്റെ 250 കോടിയുള്ള സ്വത്തുക്കളും അദ്ദേഹത്തിൻ്റെ അമ്മയുടെയും ഭാര്യയുടെയും പേരിൽ എഴുതി വെക്കുകയാണ്. അത് ഞാനിപ്പോൾ പാപ്പരാണ്, എൻ്റെ കയ്യിൽ ഒന്നുമില്ല. എന്താണ് ഇതിൻ്റെ ഒരു പിന്നിലെ രഹസ്യം? അതായത് പുള്ളിക്കാരൻ്റെ ആദ്യത്തെ ഭാര്യ അതായത് പൈസ വേണമെന്ന് പറഞ്ഞാൽ ഡിമാൻഡ് ചെയ്യുന്നു. പുള്ളിക്കാരൻ അപ്പോൾ ഇത് കൊടുക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് പുള്ളിക്കാരൻ മറ്റേ ബാക്കിയുള്ള എല്ലാവരും ഹാർദിക് പാണ്ഡ്യ അവരൊക്കെ ചെയ്യുന്ന പോലെ പുള്ളിക്കാരൊരു ഹെവി മൂവ് ചെയ്തിട്ടുണ്ട്. അതായത് ഭാര്യയുടെയും അമ്മയുടെയും പേരിലോട്ട് സ്വത്തുക്കളൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി എൻ്റെ കയ്യിൽ ഒന്നുമില്ല കൊടുക്കാൻ. ഇനി കോടതി വിധിച്ചാലും, അതായത് കോടതി 10 കോടി കൊടുക്കാൻ പറഞ്ഞാലും കൊടുക്കാൻ എൻ്റെ കയ്യിൽ പൈസയില്ല. കാരണം എന്ന് വെച്ചാൽ എൻ്റെ അക്കൗണ്ടിൽ പൈസയില്ല. നിങ്ങളെടുത്തോ. എൻ്റെ ഭാര്യയുടെയും അമ്മയുടെയും പേരിലാണ് സ്വത്തുക്കളെല്ലാം. നല്ല അടിപൊളി ഐഡിയ. ബാല അതായത് പുള്ളിക്കാരൻ്റെ ഫസ്റ്റ് വൈഫ്, അതായത് അമൃത സുരേഷ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ്റെ ഫസ്റ്റ് വൈഫായിട്ടുള്ള മാരേജിൽ പുള്ളിക്കാരൻ പ്രോപ്പറായിട്ട് അത് നല്ല രീതിയിൽ പോകാൻ പറ്റിയില്ല. അവർ ഡിവോഴ്സ്ഡായി. അവർക്കതിലൊരു കൊച്ചുണ്ടായി. ആ ഒരു കൊച്ചിൻ്റെ പേരിൽ കുറേ വഴക്കുണ്ടായി. അതിനുശേഷം ഇവരുടെ ആ ദാമ്പത്യ ജീവിതം കുറേ മുമ്പോട്ട് പോകാൻ പറ്റിയില്ല. അവർ ഡിവോഴ്സ്ഡായി. അതിനുശേഷം കൊച്ചിനെ നോക്കാനുള്ള ആ ഒരു കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഡിവോഴ്സിൻ്റെ അതിൻ്റെ കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. കൊച്ചിനെ നോക്കാനുള്ള കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ ഇതുകൊണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ബാല കുറച്ച് നാൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ പ്രൊവൈഡ് ചെയ്യുന്നില്ലായിരുന്നു. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇവരുടെ ഇടയ്ക്കുണ്ട്. അതിനുശേഷം പുള്ളിക്കാരൻ രണ്ടാമതൊരു വിവാഹം കഴിച്ചു. ആ വിവാഹത്തിൽ പുള്ളിക്കാരൻ നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് പോകുന്നെന്ന് കാണിക്കുന്നു. അമൃതേനെക്കുറിച്ച് കുറ്റം പറയുന്നു. അതിനുശേഷം പുള്ളിക്കാരൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ രണ്ടാമത്തെ വിവാഹം വീണ്ടും അത് ഡിവോഴ്സ് ചെയ്തിട്ട് മൂന്നാമതൊരു വിവാഹം കഴിക്കുന്നു. ഈ മൂന്നാമത് കഴിക്കുന്ന വിവാഹമാണെങ്കിലോ പുള്ളിക്കാരൻ്റെ കൊച്ചിനെ കളിച്ച് വളർന്ന ഒരു കൊച്ചിനെ ആണ് കിട്ടുന്നത്. ഇപ്പോൾ നിലവിൽ ബാലയുടെ 250 കോടി ആസ്തിയുള്ള സ്വത്തുക്കളൊക്കെ ഈ പുള്ളിക്കാരൻ്റെ അമ്മയുടെ പേരിൽ എഴുതി വെച്ചിട്ടാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഇനി 5 പൈസ ആർക്കും കൊടുക്കാൻ തയ്യാറല്ല. എന്തായാലും പുള്ളിക്കാരൻ്റെ ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ നമുക്ക് ആദ്യം ഒന്ന് കാണാം. ട്യൂസ്ഡേ 2-ാം തീയതി കേസ് വിളിച്ചിരിക്കുകയാണ്. ദാറ്റ് ഈസ് നോ നെഗോസിയേഷൻ. ഇത് 10 വർഷം മുമ്പ് തീർന്ന ഒരു കാര്യം. 10 കൊല്ലം മുമ്പ് തീർന്ന കാര്യം. അപ്പോൾ എല്ലാവരും இந்த യൂട്യൂബേഴ്സ് ചില പൊരിക്കിങ്ങളാ இருக்காங்கல்ல, അവനെ എല്ലാവരും പറയുന്നു നിങ്ങൾ കൊടുത്തു കഴിഞ്ഞു, അറിവ് കെട്ടവങ്ങളാ. The settlement is done in the court in front of the judge. എന്നിട്ടും കൊടുക്കാൻ പോയപ്പോഴാണ് ഇത്രയും പ്രശ്നം വന്നത്. Understand my feelings. 100 പേരില്ലെങ്കിൽ ഒരു 10 പേരെങ്കിലും എന്നെ വിശ്വസിക്കല്ലേ. ചതിച്ചു എന്ന് പറഞ്ഞിട്ട് കോടതിയില് പറയുന്നു. அந்த റിപ്പോർട്ടർ ചാനലില് ഒരു മൊട്ട മണ്ടയാണ്. മൊട്ടത്തല അവൻ പേരെന്താ? അരുണാ. മൊട്ട മണ്ട അരുൺ, നീ കാരണമാണ് ഇത്രയും പ്രശ്നമായത് എന്റെ കുടുംബത്തിൽ. നിനക്ക് അരുണെ മൊട്ടത്തന്നെ നീ മണ്ടയിലും ഒന്നുമില്ല, അകത്തും ഒന്നുമില്ല. എന്റെ അടിസ്ഥാനത്തിൽ വിളിച്ചെന്നെ 15 ലക്ഷം രൂപ ഞാൻ ചതിച്ചു എന്ന് പറഞ്ഞിട്ട് എങ്ങനെ നിങ്ങൾ ന്യൂസ് ഇടും? അപ്പടിയാ ആണോ? അവിടെ നിന്ന് തുടങ്ങിയതാ ഈ പ്രശ്നം. ഇത് ഇങ്ങനെ എന്ത് അടിസ്ഥാനം? உங்களுக்கு ரெக்கார்ட்ஸ் இருக்கணும். ரெக்கார்ட்ஸ் இல்லாம ஒரு சாட்டலைட் சேனல், ரிப்போர்ட்டர் சேனல் எப்படி எങ്ങനെ நீங்கள் அது பாருங்க. If you dare come in live, எங்கிட்ட பேசு, லைவ்ல பேசு. அருண் தானே அவன் பேரு? மொட்டையா இருப்பான் அருண். லைவ்ல பேசு. என் குடும்பம் எவ்வளவு கஷ்டப்படுது മനസ്സിലാവുന്നുണ്ടോ? ഇനി എന്നെ ഉദ്ധരിച്ചാൽ ഞാൻ വലിയൊരു പ്രസ് മീറ്റ് വിളിക്കും. എനിക്ക് വളരെ ദേഷ്യം വരുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ 10 വർഷമായിട്ട് അനുഭവിക്കുക എന്ന് പറയുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ഈ ഒരു ആദ്യം നമ്മൾ പുള്ളിക്കാരൻ്റെ കുറച്ച് വീഡിയോസുമായിട്ട് പുള്ളിക്കാരൻ രംഗത്ത് വന്ന സമയത്ത് പുള്ളിക്കാരൻ്റെ ഭാഗത്താണ് ന്യായം എന്ന് കുറേ പേര് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പുള്ളിക്കാരൻ രണ്ടാമതൊരു വിവാഹം കഴിച്ചു. അതിനുശേഷം ഈ രണ്ടാമത് കെട്ടിയ ഭാര്യയെ പുള്ളിക്കാരനെതിരെ സംസാരിച്ചുകൊണ്ട് കുറേ കാര്യങ്ങൾ വരികയും അതിനുശേഷം ഈ രണ്ടാമത് വന്ന പുള്ളിക്കാരി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്കും ഈ അമൃത പറഞ്ഞ കാര്യങ്ങൾ
സത്യമാണെന്ന് കുറേ പേർക്ക് അങ്ങനെ അമൃത പറഞ്ഞ കാര്യങ്ങളിലും കുറച്ച് കാര്യങ്ങളുണ്ടെന്നും അങ്ങനെയാണ് ബാലയ്ക്ക് തന്നെ അത് ബാക്ക് ഫയർ ആയി പോയത്. അതായത് ബാല അമൃതയായിട്ട് പിരിയുന്ന സമയത്ത് ബാല അമൃതയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ നാട്ടുകാർ സത്യമാണെന്ന് വിചാരിച്ചിരുന്ന സമയത്ത് പുള്ളിക്കാരി രണ്ടാമതൊരു വിവാഹം കഴിക്കും. ആ പുള്ളിക്കാരി തന്നെ രംഗത്ത് വന്ന് പുള്ളിക്കാരിക്കുണ്ടായ കുറേ കാര്യങ്ങൾ, ലൈഫിലുണ്ടായ കുറേ അനുഭവങ്ങൾ, ട്രോമയും കാര്യങ്ങളൊക്കെ നേരിട്ട് വന്ന് ഇൻ്റർവ്യൂവിൽ പറഞ്ഞപ്പോഴത്തേക്കും ബാലയ്ക്ക് ഇതൊക്കെ അപ്പാടെ ബാക്ക് ഫയറായി. അതായത് പിന്നെ ഫുൾ സപ്പോർട്ട് അമൃതയ്ക്കായി. അതായത് അമൃത പറഞ്ഞ കാര്യങ്ങൾ, അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് കുറേ പേർക്ക് മനസ്സിലായി. അങ്ങനെ ബാല വീണ്ടും മേയറിൽ കയറി. മീഡിയാവെ ചതിക്കുന്ന ഒരാളുണ്ട് ഇവിടെ. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇനി എന്നെ ഉപദ്രവിച്ചാൽ ഞാൻ വലിയ പ്രസ് മീറ്റ് വയ്ക്കും, എല്ലാ സത്യങ്ങളും തുറന്നു പറയും. ഇത് നടക്കും, എഴുതി വെച്ചോളൂ, നടക്കും. എല്ലാ ഏഷ്യാനെറ്റ്, മനോരമ ന്യൂസ് എല്ലാരെയും വിളിക്കുന്നതാണ്. സത്യങ്ങൾ തുറന്നു പറയും. അപ്പൊ നിങ്ങൾ നെറ്റിപ്പോകും. ഞെട്ടിക്കും എന്ന് പറയുന്നുണ്ട്. ഇതിപ്പോൾ കുറേ നാളായി ഞെട്ടിക്കും എന്ന് പറയുന്നത്. ഇപ്പോൾ കുറേ നാളായി ഇതൊരു ഒരു ഗെയിം ഓഫ് ത്രോണിൻ്റെ സീരീസ് പോലെ, എൻഡില്ലാത്ത ഭാഗം പോലെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ബാലയുടെ കാര്യം. അതായത് ഒരു സൈഡിൽ നിന്ന് ഒരാൾ തീരുമ്പോഴത്തേക്കും ബാല വീണ്ടും കഴിഞ്ഞുകൊണ്ട് വേറൊരു ഇത് വരും. അതിനുശേഷം എൻ്റെ മോളെ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞ് ബാല വേറൊരു വീഡിയോ ആയിട്ട് വരും. അതിനുശേഷം കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ബാല തന്നെ പറയും, അതായത് വീണ്ടും എൻ്റെ അടുത്ത് പൈസ ചോദിച്ച് വരുന്നെന്ന് പറയും. അതിനുശേഷം ഞാൻ ഈ പൈസ കൊടുത്തിട്ടും എന്നെ കാണിക്കുന്നില്ല എന്ന് പറയും. അപ്പോൾ അമൃത വേറെ വീഡിയോ ആയിട്ട് വരും, ഞാൻ കൊച്ചിനെയൊക്കെ കാണിക്കുന്നുണ്ട്, പുള്ളിക്കാരൻ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ബാലയ്ക്ക് തന്നെ ഈ ഒരു സീരീസ് ഒരു നെവർ എൻഡിങ് സീരീസാണ് ബാലയുടെ. കോക്കിലാക്ക് കൊടുത്തു 250 കോടി എല്ലാ സ്വത്തും കോക്കിലാക്കും. എൻ്റെ അമ്മയ്ക്കും. ഞാൻ പാപ്പറാണ്. എന്റെ കയ്യിൽ ഒന്നുമില്ല. എന്നെ ഒന്നും பண்ண முடியாது. வேணா அரெஸ்ட் பண்ணிட்டு போங்க, பரவாயில்ல. தேங்க்யூ ஸோ மச். ஓகே, என்ன பண்ண முடியும்? ഒന്നും பண்ண முடியாது. നിമ്മതിയാ വിട്ടാ മതി, വേറെ ഒന്നും വേണ്ട. ഇത്രയൊക്കെ ചെയ്യാൻ എന്താ കോകില ചെയ്തത് ബാലൻ ചേട്ടന് വേണ്ടിട്ട്? എന്താ നമ്പിക്കൈടാ. ഒരു ഫോട്ടോ കാട്ടിனா நெட்டி போயிருவீங்க. போன் இல்ல ஒரு போட்டோ என்கிட்ட இருக்கு. இப்ப பிறந்த நாளுக்கு தான் வந்திருக்கீங்க. உன்னைய போன் இல்ல காட்டுறேன். நீங்களுக்கு சிரிக்க கூடாது, இல்ல കളിയാക്കാൻ പാടില്ല. അവിടെ സ്റ്റില്ലാക്കി പിടിക്കാം. അങ്ങനെ വെച്ചാൽ അങ്ങനെ പിടിച്ചാൽ ഈ ഫോട്ടോ നമുക്ക് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് ബാലയാണെന്ന് തോന്നുന്നത്. ഈ പുള്ളിക്കാരി കോകില എന്ന് പറഞ്ഞ പുള്ളിക്കാരിക്ക് ഫീഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഇതാ കാണിച്ചു കൊടുക്കുന്നത്. അത് അത്രയ്ക്ക് ഏജ് ഡിഫറൻസ് ഉണ്ട് എന്ന രീതിയിലാണ് കാണിക്കുന്നത്, ഉദ്ദേശിക്കുന്നത്. ഡേ ബിഫോർ എസ്റ്റേറ്റ് நேற்றுல முந்தானேத்து வந்திருந்தோம். அந்த காலில் தான் ப்ரொவோக் ஆகிட்டேன் நான். அப்போ ஃபர்ஸ்ட்லேருந்து சொல்கிறேன், ஆக்ஷன் இஸ் டிஃப்ரெண்ட். நான் ரியாக்ட் பண்ணுறேன். என்னை அடிக்கான் வந்தால் நான் என்ன சேஃப் ஆகிடும், என் குடும்பத்தை நான் காப்பாற்றணும். இதுதான் நான் பண்ணுறேன். കളിയാക്കിട്ട് പുറത്തിരുന്ന് ഒന്നും അറിയാണ്ട് വീട്ടിനകത്തിരുന്ന് ക്യാമറാവും പിടിച്ചിട്ട് അടുത്തവൻ കുടുംബത്തെ കുറിച്ച്, അടുത്തവൻ ഭാര്യയെ കുറിച്ച് സംസാരിക്കുന്നതെല്ലാം ഈ மாதிரிலாம் மீடியா கிடையாது. நீங்களுக்கே அது மீடியா, சேட்டலைட் சிக்னல்ஸ் மீடியா. ചുമ്മാ വീട്ടിൽ ഇരുന്നിട്ട് ഇവിടെ മൊബൈൽ വെച്ചിട്ട് അതെല്ലാം മീഡിയ അല്ലേ. ബാലൻചേട്ടാ അതേപോലെ ഇൻഫ്ലുവൻസേഴ്സ് ഇതേപോലെ വീഡിയോ ചെയ്യുന്നുണ്ടല്ലേ, അവർ കൂടുതലായിട്ടും പറയുന്നത് ബാലൻചേട്ടാ ഈ ലൈം ലൈറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഓരോ സമയത്ത് ഓരോ കാര്യങ്ങൾ. 2 വർഷമാ ഞാൻ പേസല, 2 കൊല്ലമായിട്ട് ഞാൻ മിണ്ടില്ല. ഇതിനകത്ത് ബാല കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ബാല എന്താണെന്ന് അത് പറഞ്ഞ് പ്രൂവ് ചെയ്യാൻ നോക്കുന്നതെന്നോ കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ല. ബാലയ്ക്ക് കുറച്ച് ഫോൺ കോൾസ് വരുന്നുണ്ട്, ഭീഷണി വരുന്നുണ്ട്. അതായത് ബാലയുടെ കുടുംബം തകർക്കാനായിട്ട് കുറേ ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. ആ രീതിയിലുള്ള ഇതാണ് ബാല ബേസിക്കലി ഇതിൽ മൊത്തം പറയുന്നത്. ബാല എന്താ ഉദ്ദേശിക്കുന്നത് അറിയാൻ പാടില്ല. പിന്നെ ബാലയുടെ സ്വത്തുക്കളൊക്കെ ബാലയുടെ ഭാര്യയുടെ പേരിലോട്ടും അമ്മയുടെ പേരിലോട്ടും ആക്കിയെന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാല അവരിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ലീഗലി നടക്കുന്നില്ല. ഇപ്പോൾ ബാലയുടെ ഒരു സ്വത്തിൻ്റെ അവകാശം ഇപ്പോൾ അമ്മയുടെ പേരിലാണെങ്കിൽ തന്നെ, ബാല ഇപ്പോൾ അമ്മയുടെ പേരിൽ കൊടുത്ത സ്വത്താണെങ്കിൽ, ഇപ്പോൾ മറ്റേ ഒരു പ്രോപ്പറായിട്ട് ഡിവോഴ്സ് ആയില്ലെങ്കിൽ ഇപ്പോൾ കോടതി ഒരു വിധി വന്നു കഴിഞ്ഞാൽ ആ അമ്മയുടെ പേരിലുള്ള സ്വത്തിൻ്റെ ഇത്രയും പേഴ്സൻറ്റേജ് അമൃതയ്ക്ക് അല്ലെങ്കിൽ ആർക്കാണോ വരുന്നത് അവർക്ക് കൊടുക്കേണ്ട വരും. ആ സിസ്റ്റം നമ്മുടെ ഇന്ത്യയിൽ നടക്കത്തില്ല. അതായത് കുറേ പേരുടെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ എല്ലാ സ്വത്തുക്കളെല്ലാം അമ്മയുടെ പേരിലോട്ടങ്ങ് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സേഫ് ആകുന്ന ആ ഒരു ചിന്താഗതിയുണ്ട്. സാധാരണഗതിയിൽ ഒരു ഇതുണ്ട്. അതായത് നിങ്ങൾ അങ്ങനെ സ്വത്തുക്കളൊക്കെ അമ്മയുടെ പേരിലോട്ട് ആക്കി വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ബ്ലഡ് റിലേഷനുള്ള ആൾക്കാർക്ക് അമ്മയുടെ സ്വത്തിന് അവകാശമുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങളുടെ സ്വത്തുക്കളെല്ലാം ഒരാൾക്ക് എഴുതി വെച്ചു, നിങ്ങൾക്കൊരു അനിയനോ ചേട്ടനോ ഉണ്ടെങ്കിൽ ആ ചേട്ടന് മക്കളും ആ ചേട്ടന് ഭാര്യയും മക്കളും ഉണ്ടെങ്കിൽ അവർക്കും അവകാശമുണ്ട്. അങ്ങനത്തെ ഒരു കോൺസെപ്റ്റാണ് ഇന്ത്യയിലുള്ളത്. പുറത്താണെങ്കിൽ നമുക്ക് ഇപ്പം നിങ്ങളുടെ സ്വത്തുക്കൾ വേറൊരാൾക്ക് അമ്മയുടെ പേരിൽ എഴുതി വെച്ചാൽ അത് ഓക്കെ, സമ്മതിച്ചു. നമ്മുടെ ഇന്ത്യയിൽ ബാലയുടെ സ്വത്ത് ബാലയുടെ അമ്മയുടെ പേരിലോട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് അമൃതയ്ക്ക് അവകാശമുണ്ട്. പ്രോപ്പറായിട്ട് ഡിവോഴ്സ് കഴിഞ്ഞിട്ടില്ലെങ്കിൽ കേട്ടോ. ഇപ്പോൾ ഇവർക്ക് ഇപ്പോൾ കോടതി അങ്ങനത്തെ ഒരു ഇത് കൊടുത്തിട്ടില്ലെങ്കിൽ
ആ ഒരു ഇത് പറയുകയാണെങ്കിൽ അമ്മയുടെ സ്വത്തുക്കളിൽ നിന്ന് അറ്റാച്ച് ചെയ്യാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ രക്ഷപ്പെടത്തൊന്നുമില്ല ബാല. അപ്പോൾ അത് ഇന്ത്യയിൽ നടക്കത്തില്ല. അപ്പോൾ ഇതെന്താ ഏതാണെന്ന് അറിയത്തില്ല. ബാല മുക്കും ഈ ഒരു സീരീസ് ഇങ്ങനെ ഒരു നെവർ എൻഡിങ് സീരീസ് അല്ലാത്ത രീതിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക.